പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യര് ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങള്, വൈവാഹിക കേസുകള് എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിന്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകള്, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവ് നീക്കുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച്
കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഫെബ്രുവരി 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത്. ഇത്തിരി കൂടിയ വിഷയമാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയത്തില്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ബൈബിളില് ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ജ്ഞാനസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ വെറുത്തുപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ കുരിശിൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രകടിപ്പിക്കാൻ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മൾ വിശ്വാസത്തിൽ വളരണം. എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാധിച്ചെടുക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമവാസനകളെ ലോകത്തെ ജയിക്കണം. കർത്താവ് ജയിച്ചു. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ല സ്നേഹിത അവൻ കൊല്ലാൻ വേണ്ടി മുത്തിയപ്പോഴാണ് യുവദാസനെ വിളിക്കണത് എന്താണ്? ദുഷ്ട എന്നല്ലേ വിളിക്കണത്, സ്നേഹിത. ലോകത്തെ ജയിച്ച കണ്ടില്ലേ?
നീ ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ചൂണ്ടി ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയും. കുരിശിൽ കിടക്കുമ്പോൾ ലോകത്ത് ജയിക്കണ കാണാം. എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് വൈരാഗ്യവും വിദ്വേഷത്തെയാണ് ഈശോ ജയിക്കണത് ക്ഷമ കൊണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സാധർമ്മ്യത്തിലാണത് പറയണത്. നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴക്കിയിരിക്കുന്നു. ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും. ക്രിസ്തുവിന് ഞെരുക്കങ്ങളുണ്ടായി. ആ ഞെരുക്കങ്ങളിൽ എളിയിൽ തന്നെയാണ് നിന്നുകൊണ്ടാണ് യൂദാസിനെ ശപിക്കണതിന് പകരം ഈശോ അനുഗ്രഹിച്ചത്. ലോകത്തെ ജയിച്ചതാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യൂദാസിൻ്റെ മേൽ വിജയം കൈവരിക്കേണ്ടത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം. ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ് ഈശോയുടെ ജീവിതം. 31:31 താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അതായത് ഇത് ബൈബിളിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ ദൈവം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാര്യം, ദൈവം സൃഷ്ടിച്ചതിൽ തിന്മകളില്ല. നമ്മളെ കൈകാര്യം ചെയ്യുന്നതിലാണ് തിന്മ വരുന്നത്. ഇപ്പം പാമ്പിൻ്റെ കാര്യം തന്നെ ദൈവം പാമ്പിനെ സൃഷ്ടിച്ചതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? പാമ്പിനെ സൃഷ്ടിച്ചൊരു ദൈവമല്ലേ. പക്ഷേ എന്താ പറയണത്? നന്മ തിന്മകളെന്നൊക്കെ പറയുമ്പോൾ അത് തിന്മയെ വരണത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് സെക്കൻഡ് റെഫറൻസ് കൊടുത്തപ്പോഴാണ് അത് തിന്മയായി പോയത്. ഈ വിഷയം വരണത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ബൈബിൾ മുഴുവനായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന കൽപ്പന ഇങ്ങനൊരു വാട്ടർ മാർക്ക് പോലെ, ഉൽപ്പത്തി പോലെ, ഇപ്പം ആദിപാപം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവനെന്താ ചെയ്യേണ്ടത്? ബുദ്ധിമാനെ ഇപ്പം യേശു വന്നപ്പോഴും വിഡ്ഢികളെ കർത്താവ് ഇടയ്ക്ക് ഉപയോഗിച്ചുള്ള വാക്കുകളാണ്. എന്താണ്? വിഡ്ഢിയായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിഡ്ഢിയായ മനുഷ്യനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു സ്പിരിച്വലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ശരിക്കും റെഫറൻസിൽ കൊണ്ടുവരണത്. ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. ബുദ്ധിമാനായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നന്മ വരണത് പോലെ തന്നെ തിന്മയും സന്തോഷത്തോടെ സ്വീകരിക്കും. അത് ബുദ്ധിയാണ്. മനസ്സിലായേ? അതായത് ബൈബിൾ പറഞ്ഞു വെക്കണമെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സ് ഫോളോ ചെയ്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞ പക്ഷം കുറച്ച് ബുദ്ധി വേണമെന്നാണ്. അല്ലാതെ വികാരമല്ല വേണ്ടത്, ബുദ്ധിയാണ് ശരിക്കും വേണ്ട. അവിടെ അതറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം എന്തുകൊണ്ടാണ് ബുദ്ധി വേണമെന്ന് പറഞ്ഞാൽ, ആധ്യാത്മിക വിവേചന ശക്തിക്കാണ് ദൈവം വിവേചിക്കാനുള്ള. ആദ്യം മുതൽ വിവേചന വിഷയം ഒരു വല്ലാത്ത വിഷയമാണ്. നന്മയും തിന്മയും വിവേചിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിച്ച ഒരു സബ്ജക്റ്റാണത്. നന്മയും നന്മയും തിന്മയും തമ്മിലുള്ള വിവേചനം. എന്നിട്ട് അത് ആണ് ബൈബിൾ ബുദ്ധി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈശോയി പറയണം. ഈശോയുടെ കാലം വരുമ്പോൾ ഈ ബുദ്ധി പറയുന്നുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. അതായത് ഇപ്പം പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടുന്ന് തന്നെ നയിക്കും അല്ലേ? നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കും. പച്ചയായ പുൽപ്പുറങ്ങൾ അവിടുന്ന് തന്നെ കിടത്തും. അപ്പോൾ അത് പോസിറ്റീവ് അല്ലേ? ഒന്ന് വായിച്ച ഭാഗം വായിച്ച്.
23-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. 23-ാം സങ്കീർത്തനമാണ് 2-ാമത്തെ തിരുവചനം. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സൂപ്പറാണത്. ശരി, നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഇപ്പം ഒരു ബ്ലെസ്സിങ്സാ ഉദ്ദേശിക്കണത്. നമുക്കറിയാമല്ലോ, പച്ചയായ പുൽപ്പുറങ്ങളും നിശ്ചലമായ ജലാശയത്തും കുടിയും തീറ്റിയുടെ ആടിൻ്റെ കുടിയും തീറ്റയും കുടിയുമാണ് ഉദ്ദേശിക്കുന്നത്. വിശ്രമവും 3 കാര്യങ്ങൾ ഭൗതികമായ വിഷയങ്ങളാണ്. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കും, അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഇപ്പം അവർക്ക് വീഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് കൂട്ടി വായിക്കാവുന്നതാണ്. ഇവിടെ യോഹന്നാൻ 2:5 അമ്മ കാനായിലെ കല്യാണ വിധി ചെല്ലുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് സമയമായില്ല എന്നുള്ള ഒരു വിഷയം ഈശോ പറയുന്നുണ്ടെങ്കിലും പ്രഖ്യാപിത നിലപാട് എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് മനുഷ്യനെ ഒന്ന് വായിച്ചത് 23:2 സങ്കീർത്തനം. പച്ചയായ പുൽത്തകിടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പുല്ലും വെള്ളവും കൊടുത്ത് തീറ്റി വിശ്രമിപ്പിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളിലേക്ക് ദൈവം നയിക്കും. ജോലിയില്ല, വീടില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങളില്ലേ, പ്രഖ്യാപിതമായിട്ട് ഇത് നമുക്ക് നേരത്തെ ദൈവം അഷ്വർ ചെയ്തിട്ടുള്ള കാര്യമാണ്, അഷ്വർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ എന്താ പ്രശ്നം? വേറെ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ അഷ്വറൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാലാവസ്ഥ ഭേദങ്ങളെക്കുറിച്ച് ഒരു ഇൻ്റലിജൻ്റ് വേണം. നമുക്ക് എന്താണ്, നമ്മളെ ഈ സാധ്വല സമതലങ്ങളിലേക്ക് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം തന്നെയാണ് അവിടുന്ന് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടുവിൻ്റെ ഭാഗമാണ്. അത് യേശുക്രിസ്തുവിനെ യോർദാൻ നദിയിൽ, അതായത് നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആണ് ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്ത്രീധനം കൊടുക്കാതെ അങ്ങനെ വിഷമിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ചേട്ടൻ പറയാണ്, നിങ്ങൾ കൃപാസനത്തിലേക്ക് ഓടിക്കോളാൻ. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി. അപ്പോൾ ഞാനും വിചാരിച്ചു കൃപാസനത്തിലേക്ക് ഓടാം, വേറൊരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല. ഞാൻ വണ്ടി എടുത്ത് 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടേക്ക് വന്നു. എനിക്ക് പോലും അറിഞ്ഞുകൂടെ ഞാനിതെങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഒക്ടോബർ 9-ാം തീയതി ഇവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ ഒരു മണം നല്ലപോലെ എനിക്ക് കിട്ടിയിരുന്നു. ഇന്നും എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി മുല്ലപ്പൂവിൻ്റെ മണം എന്നെ ഇങ്ങനെ പൊതുങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ളത് അത്. അങ്ങനെ അപ്പോൾ ആ ഒരു ഉള്ളിൽ ആ ഒരു മാതാവിൽ ആശ്രയിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാനുള്ള പെർമിഷൻ കിട്ടി അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനെ ഇവിടെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഒരു വഴിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനൊരു കച്ചവടം നടന്നു, പക്ഷെ അത് ബ്ലോക്കായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് പൊക്കോളാനും പറഞ്ഞു. ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഉറക്കമില്ല. 31-ാം തീയതി അടുക്കല്ലേ, ഒരു വഴി മുമ്പിലില്ല. അങ്ങനെ 25-ാം തീയതിയായി, 26-ാം തീയതിയായി. 26-ാം തീയതി 27-ാം തീയതി ഒരാൾ വീട്ടിൽ വരാണ്. ഞങ്ങളറിയുന്ന ഒരാളാണ്, ഇവർക്ക് മധ്യസ്ഥനായിട്ട് വരാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച ഡിമാൻഡ്, നമ്മൾ കച്ചവടം നടത്തിയതിന് ശേഷം ബാങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കൂടി അത് നിങ്ങൾ അടയ്ക്കുക, ക്ലോസ് ചെയ്യുക, അതാണ് നമ്മൾ ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ 1 രൂപ തരില്ല എന്നാണ് അവർ വാശി പിടിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കലും ഇനി അവർ വരുമെന്നൊരു പ്രതീക്ഷ പോലും നമ്മുടെ മനസ്സിലും ഇല്ല. അങ്ങനെ ഈ മീഡിയേറ്റർ വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ 27-ാം തീയതി മധ്യസ്ഥാനം വീട്ടിൽ വരുന്നു. 28-ാം തീയതി ഇവരെല്ലാവരും കൂടി വീട്ടിൽ വന്ന് സംസാരിച്ചു. 29-ാം തീയതി ഇവർ പോയി കോടതിയിൽ പോയി അവർ സമ്മതിച്ചു. നമ്മളുടെ ഡിമാൻഡ് അവർ അംഗീകരിച്ചു, പൂർണ്ണമായിട്ട് അംഗീകരിച്ചു.
ബാങ്കിലെ പൈസ ഫുള്ള് ഞങ്ങൾ ക്ലോസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവർ 1/10 അടയ്ക്കാനായിട്ട് അവർ അംഗീകരിച്ചു. നമുക്ക് തരാനുള്ളത് 77 അത് അവർ 1/10 അടയ്ക്കാമെന്ന് അംഗീകരിച്ചു. അങ്ങനെ 29-ാം തീയതി കോർട്ടിൽ പോയി കേസ് പിൻവലിച്ചു. 31-ാം തീയതി ബാങ്കിൽ ഫുള്ള് പൈസ അടച്ച് ആധാരം ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞത് അതാണ്, അമ്മേ മാതാവ് 31-ാം തീയതി ആധാരം എൻ്റെ വീട്ടിലേക്ക് എത്തണം. ഇതാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അമ്മ എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ അമ്മ സാധിച്ചു തന്നു. ഈ സമയങ്ങളിലെല്ലാം എൻ്റെ പ്രഷർ ഞാൻ മാത്രം അനുഭവിക്കുക. കാരണം ഇവിടെ പറഞ്ഞാൽ മൊത്തം ഡിസോർഡർ ആൾ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ രാവിലെ കരഞ്ഞും ആളെ കാണാതെ കരഞ്ഞും വിഷമിച്ചും 24 മണിക്കൂറും ദൈവമേ വചനങ്ങൾ, ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നത്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവം അമ്മ വഴി ഈശോ കേട്ടു. കാനായിൽ കടന്നു വന്ന പോലെ ഞങ്ങളുടെ വീട്ടിലും കടന്നു വന്ന് ഞങ്ങളെ ഇറക്കി വിടുന്നതാണ് അവർ പറഞ്ഞിരിക്കണം. 31-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല. പ്രത്യേകിച്ച് കേസ് കൊടുത്തുകൊണ്ട് ബാങ്കുകാർക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു ദേഷ്യമായി. അപ്പോൾ അവർ പറഞ്ഞ ഒരു എക്സ്ക്യൂസും ഇല്ല, ഇറങ്ങാൻ റെഡി ആയിക്കോളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 23-ാം തീയതി ബാങ്കിൽ ചെന്നു. 23-24 ചെന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് സംസാരിച്ചത്. പക്ഷേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആധാരം ഇപ്പം ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അമ്മയോട് കൊടാനുകൂടി നന്ദി. പിന്നെ ഞാൻ ഒക്ടോബർ 9 ഞാൻ ഇവിടെ വന്നത്. ഞങ്ങൾ 20 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും പിന്നെ ഇവിടെ വന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്ന് വയ്യാണ്ടാത്ത അതുകൊണ്ട് എനിക്ക് ആളെയും കൊണ്ടൊന്നും വരാൻ പറ്റില്ല. ചേട്ടൻ 4 പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു സൺഡേ ഞാൻ മോനോട് പറഞ്ഞു, ഒക്ടോബർ 9-ാം തീയതി ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് വരാം, തിരക്കുണ്ടാവില്ല, അപ്പോൾ വെറുതെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് പോരാന്ന് പറഞ്ഞൊരു ചിന്തയിൽ ഞാൻ പറഞ്ഞത്. കാറിൽ കയറിയ സമയത്ത് എന്നോട് ആരും പറഞ്ഞാൽ ഉടമ്പടി പത്രം എടുത്ത് കൈപ്പിടിച്ചോളാൻ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാനതെടുത്ത് കൈപ്പിടിച്ചു. ഇവിടെ വന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അങ്ങനെ രൂക്ഷമായിട്ട് മേലൊക്കെ ഇങ്ങനെ കോരിത്തരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായി. അപ്പം എനിക്ക് തോന്നി ഉടമ്പടി പുതുക്കാം. കാരണം ഇവിടെ കയറി മാതാവിനെ മോൻ തൊട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം മോൻ തൊട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഉടമ്പടി പുതുക്കിയല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിനു വേണ്ടി മോൻ്റെ അടുത്ത് ചേട്ടനെ അവിടെ ഇരുത്തി, ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല, അപ്പോൾ ഇരുത്തി ഞാൻ ഉടമ്പടി പുതുക്കാനൊക്കെ പോയി ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ആ സമയം മകൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, മമ്മി നല്ല പവർഫുള്ള് മാതാവാണ് കേട്ടോ എന്ന് പറഞ്ഞു അവൻ. അപ്പോൾ എനിക്കുള്ളിലൊരു കാരണം ഈ യൂത്ത് ആയതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ 3 വർഷമായി മോൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടിട്ട് കോവിഡ് വന്നു. ഞങ്ങൾ കല്യാണത്തിന് ഞങ്ങൾ വന്ന് 3-ാം ദിവസം ഫ്ലൈറ്റ് ബന്ധായി. പിന്നെ ഒരു 5-6 മാസത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടായില്ല, അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ പല പല തടസ്സങ്ങളായി. കോവിഡ് രൂക്ഷമായി. അങ്ങനെ തടസ്സങ്ങളായി. പിന്നെ അവളുടെ വീട്ടിൽ ചെറിയ പ്രശ്നമായി. തൃശ്ശൂർ നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. ദുബായിൽ ജനിച്ചു വളർന്ന കുട്ടി, കുഞ്ഞു മുതലേ ഞാൻ അറിയുന്നൊരു കുട്ടിയാണ്. പക്ഷെ നടന്നില്ല. അങ്ങനെ അപ്പോൾ അതൊരു മനസ്സിൽ ഭയങ്കര പ്രയാസം. മോന് 33 വയസ്സ് കഴിഞ്ഞു. അപ്പം അതിൻ്റേതായ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തു പോയി. വീട്ടിൽ ചെന്ന് വൈകുന്നേരം ആയപ്പോൾ മോൻ പറയാണ്, മമ്മി അവൾ ഇന്ന് രാത്രി നാട്ടിലേക്ക്, ജിസ എന്ന പേര്, ജിസ എന്ന നാട്ടിലേക്ക് പോരാണ്. അവൾക്ക് അങ്ങനെ മറ്റേ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാമല്ലോ. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ എതിർപ്പായാലും എന്തായാലും ഞാനൊരു തീരുമാനം എടുത്ത് വരണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് രാത്രി പറയണം ജിസ ഇന്ന് കയറണമെന്ന്. ഞായറാഴ്ച രാത്രി. തിങ്കളാഴ്ച അവൾ വന്നു. അവളുടെ ഇടവകയിൽ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. ചൊവ്വാഴ്ച മോനെ അച്ഛൻ വിളിച്ചു. ഞങ്ങൾ ചെന്നു, അച്ഛനായിട്ട് സംസാരിച്ചു. ബുധനാഴ്ച പ്രീക്കാനെ കൂടി. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വീട്ടിൽ വന്നു. ശനിയാഴ്ച അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞായറാഴ്ച ഞങ്ങൾ കല്യാണം ഫിക്സ് ചെയ്യുന്നു. ഈ ഞായറാഴ്ച വന്ന് പിന്നത്തെ ഞായറാഴ്ച വീട്ടിൽ കല്യാണം ഫിക്സ് ചെയ്യാണ്. നവംബർ 21 മോൻ്റെ കല്യാണം ഭംഗിയായിട്ട് ദൈവം നടത്തി തന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം എൻ്റെ ഈ 31-ാം തീയതിയിലത്തെ ആ ഒരു അത്ഭുതം കണ്ടിട്ട് എൻ്റെ ഒരു അനുജത്തി 55 വയസ്സിൽ 3 കുട്ടികളെ പ്രസവിച്ച അനുജത്തിയാണ്. അതിലൊരു കൊച്ച് 6 മാസം മുമ്പ് വെള്ളത്തിൽ പോയി മരിച്ചു. ബാക്കി 2 കുഞ്ഞുങ്ങളായിട്ട് നെഞ്ചുപൊട്ടി കറങ്ങി നടക്കുക. ഇത് കണ്ട വശം അവൾ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു പോയി. ഞങ്ങൾ ഷാർജയിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കരിസ്മാറ്റിക്കും പ്രവർത്തനങ്ങളും പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 90 മുതൽ കരിസ്മാറ്റിക് പ്രയറിൽ കൂടി ദൈവത്തോട് ചേർന്ന് ദൈവവചനത്തിൽ ശക്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഞാനിവിടെ പിടിച്ചു നിന്നത്. കാരണം ജീവിതത്തിൽ ഞാൻ
ഒന്നിൻ്റെ മുമ്പിൽ വരാത്ത ഞാനിന്ന് എല്ലാ കാര്യങ്ങളും ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും നടത്താനും അതിജീവിക്കാനും നേരിടാനുള്ള ശക്തിയെല്ലാം കിട്ടിയത് എന്നെ കർത്താവ് മുമ്പേ ഒരുക്കിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത്ര വലിയൊരു മാതാവിൻ്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വലിയൊരു വാൾ വരുന്നുള്ളത് കർത്താവിനെ അറിയുള്ളൂ. അതിനു വേണ്ടി എന്നെ ഒരുക്കി എന്നെ ശക്തിപ്പെടുത്തി അതിന് മാതാവിനെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് വിദുൽ ജോസ്. ഞാൻ